നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കുരുക്കി വിജിലൻസ് ശുപാർശ. പുനർജനി പദ്ധതിയിൽ CBI അന്വേഷണം വേണമെന്ന് വിജിലൻസ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. വിദേശത്തു നിന്നും പണം പിരിച്ചതിൽ FCRA ചട്ടം ലംഘിക്കപ്പെട്ടെന്ന് ഒരു വർഷം മുൻപാണ് വിജിലൻസ് ഈ റിപ്പോർട്ട് നൽകിയത്. നിയമപരമായി നിലനിൽക്കുന്ന കേസല്ല എന്നും ഏത് അന്വേഷണം വന്നാലും കുഴപ്പമില്ലെന്നുമാണ് വി ഡി സതീശന്റെ പ്രതികരണം. 100% പെർഫെക്ഷനോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനി വന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ നേരത്തെ തന്നെ അതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും സ്വാഗതം ചെയ്തിട്ടുണ്ട്. 7 വർഷം മുമ്പ് 2018 ശേഷമാണ് ഇങ്ങനൊരു ആക്ഷേപം വന്നത്. അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാമെന്ന് പറഞ്ഞു. ഈ അന്വേഷണമായിട്ടൊക്കെ ഞാൻ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. എല്ലാവിധ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്നത് ഒരു കാരണവശാലും ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാണ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ. അപ്പോൾ ജനുവരിയിൽ എനിക്കെതിരെ ഒരു കേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് യാതൊരു വിരോധമില്ല. ഞാനതിനെ രാഷ്ട്രീയമായി നേരിടും. അല്ലാത്ത കേസാണെങ്കിൽ നിയമപരമായി അതിനെ നേരിടും. ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല. വിരട്ടാൻ നോക്കേണ്ടെന്നും ഭയപ്പെടില്ല എന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണിക്കുന്ന ഒരു ചെപ്പടി വിദ്യകളല്ലേ ഇതെല്ലാം. ജനം മനസ്സിലാക്കൂലേ? അത്രേ ഉള്ളൂ. മാത്രമല്ല പിണറായിക്ക് പറ്റാത്തണ്ടേ ഉള്ളൂ. എങ്ങനെ മോഡിയെ സൂചിപ്പിച്ചിട്ട് ഭരണം നിലനിർത്താൻ പറ്റും? അതിന് ഓലപ്പാമ്പ് കാണിച്ച് കോൺഗ്രസിനെ ഭയപ്പെടുത്തണ്ട. ഇത് പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് തന്നെ നിയമസഭയിൽ ഇത് തെറ്റായിട്ട് ഉന്നയിച്ചു അദ്ദേഹത്തിനെതിരെ. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഏത് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ പിണറായിയുടെ നിയന്ത്രണത്തിലുള്ള വിജിലൻസ് വർഷങ്ങൾ അന്വേഷിച്ചു, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ഏറ്റവും പൊതിഞ്ഞ് സംരക്ഷിച്ച അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തിക്കെതിരെ കോടതി വിധി വന്നപ്പോൾ LDFൻ്റെ ഇത്തരത്തിലുള്ള അപജയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടപ്പോൾ അതിനെയൊക്കെ ഒന്ന് വാർത്തയിൽ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രം മാത്രമാണ് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് അടുത്തുള്ള ചില മാലപ്പടക്കങ്ങളാണ്. അല്ലെങ്കിൽ ഗൗരവമൊന്നും കാണണ്ട. ഇനി ഇതുപോലെ നമ്മുടെ സുബ്രഹ്മണ്യനെ ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മാലപ്പടക്കം അമിട്ട് പോലും അല്ല, എന്നും പൊട്ടാൻ പോകുന്നില്ല. ധൈര്യമായിട്ടിരുന്നോ, ഒരു പ്രശ്നമില്ല. CBI അല്ലെ ഇന്റർപോൾ വേണമെന്ന് അന്വേഷിച്ചോട്ടെ, ഒരു കാര്യമില്ലാത്ത കേസാണ്. ഇതൊക്കെ സതീശൻ തന്നെ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരും. ഇനിയും നമ്മൾ കാത്തിരിക്കും. അടവുകൾ മാത്രമാണ്. ഈ അടവുകളൊന്നും കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള വെറും ഓലപ്പാമ്പാണ് ഇത് എന്ന രീതിയിലാണ് പ്രതിപക്ഷം ഈ വിജിലൻസ് അന്വേഷണത്തെ കാണുന്നത്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ശുപാർശ എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ എന്താണ് ഇതിൽ സർക്കാരിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ എന്തായിരിക്കും ഇതിന്റെ ഒരു അന്തിമ തീരുമാനം? അത് എന്തെങ്കിലും വിവരങ്ങൾ, സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? CBI പുനർജനി അന്വേഷിക്കുമോ? പ്രജിൻ, ഇതുവരെ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. എന്തായാലും CBI അന്വേഷണത്തിന് വേണ്ടിയുള്ള ശുപാർശയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സാഹചര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ മാത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ 2020 കൂടിയാണ് ഇത്തരം ആരോപണം ഉയരുന്നത്. 2018 പ്രളയത്തിന് ശേഷം പുനർജനി വി ഡി സതീശന്റെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 280 വീടുകൾ വെച്ച് നൽകാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം വിദേശത്തടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ തേടുന്നു. അങ്ങനെ സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ 280 വീടുകളിൽ 30-ലധികം വീടുകൾ വിദേശ സഹായത്തോടു കൂടി നിർമ്മിച്ചു എന്നാണ് അദ്ദേഹം തന്നെ നിയമസഭയിൽ പറഞ്ഞിരുന്നത്. 2020 ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ ഉയരുന്നു. 2020 ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹം ഏത് അന്വേഷണം നേരിടാനും തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2023 ഇതിന്റെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. വിജിലൻസ് അന്വേഷണം നടത്തി 2025 ജനുവരിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ 11 മാസം പിന്നിട്ടിരിക്കുന്നു. 11 മാസം ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിൽ നിൽക്കെ വീണ്ടും ഒരു ശുപാർശയിലേക്ക്, പ്രത്യേകിച്ച് CBI അന്വേഷണത്തിന് വേണ്ടിയുള്ള ശുപാർശയിലേക്ക് പോകുന്നത്. പ്രധാനമായി പറയുന്നത് FCRA ചട്ടങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്നാണ്. അതിൽ പറയുന്ന കാരണങ്ങൾ മണപ്പാട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി വീട് നിർമ്മിക്കാനായി മണപ്പാട് ഫൗണ്ടേഷൻ എന്ന അക്കൗണ്ടിലേക്ക് 19,95,880 രൂപ FCRA ചട്ടങ്ങൾ മറികടന്ന് സ്വീകരിച്ചു എന്നുള്ളതാണ്. 2020 FCRA ചട്ടം സെക്ഷൻ 3(2)A പ്രകാരം കുറ്റം ചെയ്തു എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്തായാലും വിജിലൻസ് അന്വേഷണത്തിൽ
ഇതുമായി ബന്ധപ്പെട്ട ചട്ടലംഘനങ്ങൾ കൂടുതൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ CBI അന്വേഷണമാകാം എന്നുള്ള ശുപാർശയാണ് വിജിലൻസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇത്തരത്തിൽ വിദേശത്ത് പോകാൻ അനുമതി തേടിയതിന് ശേഷം വിദേശത്തെത്തി പണപ്പിരിവ് നടത്തി, അതുകൊണ്ട് തന്നെ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിലുള്ള അച്ചടക്ക ലംഘനം, അവകാശ ലംഘനം നടത്തിയിരിക്കുന്നു, നിയമലംഘനം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ സ്പീക്കർക്കും നടപടിയെടുക്കാം എന്നുള്ള ശുപാർശയും എന്തായാലും ഇതിൽ എന്ത് നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. അന്വേഷണം CBIക്ക് കൈമാറിയാൽ സ്വാഭാവികമായി രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു. നിയമപരമായി നേരിടേണ്ട സാഹചര്യം നിലവിലില്ല. ഇത് രാഷ്ട്രീയ പോക്കാണ്, രാഷ്ട്രീയമായുള്ള ഗൂഢാലോചനയാണ് എന്നുള്ള വിശദാംശങ്ങൾ അത്തരം ഒരു ആരോപണമാണ് പറയുന്നത്. എന്തായാലും സർക്കാർ വൃത്തങ്ങളിൽ ഒരു ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. ആ രീതിയിലാണ് രാഷ്ട്രീയമായിട്ടാണ് ഇതിനെ കോൺഗ്രസ് കാണുന്നത്. ആ രീതിയിൽ തന്നെ നേരിടും എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും നേതാക്കൾ നടത്തിയിരിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.